സെന്ററിന് പറ്റിയ ഇരിപ്പ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സോറി സർ. ഗുഡ് മോർണിംഗ് സർ. എന്ത് ഇന്ന് കിട്ടി എനിക്ക് സാറിന് ഇന്ന് കുനിഞ്ഞിരുന്നതിന്. എത്ര പ്രാവശ്യം സാറ് പറഞ്ഞിരിക്കും നമ്മളെ ഫ്രണ്ട് ഡെസ്ക് ഇരിക്കുമ്പോൾ നട്ടിൽ നിവർത്തി ഇരുന്നൂടെ? ഞാൻ പോസ്റ്റർ കർഷണ ഡെയിലി എക്സസൈസ് ചെയ്യുന്നല്ലേ. ഏതൊക്കെ എക്സസൈസ്? കൈ മുകളിലേക്ക് എടുത്ത് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നതും, കൈ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്ക് പുഷ് ചെയ്യുന്നതും, പിന്നെ വോൾ സപ്പോർട്ട് എടുത്ത് കൈ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ബാക്കിലേക്ക് പുഷ് ചെയ്യുന്നതും, എഗെയിൻ മുന്നിലേക്ക് കൊണ്ടുവന്ന് ബാക്കിലേക്ക് ഹോൾഡ് ചെയ്യുന്നതും. ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നതാ. ഇതൊക്കെ എത്ര സമയം ചെയ്യാറുണ്ട്? 5-10 മിനിറ്റ് ചെയ്യാറുണ്ട്. എത്ര സമയം ഇതൊക്കെ അവെയർ ആയിട്ടിരിക്കാറുണ്ട്? അങ്ങനത്തെ പരിപാടി നമുക്കില്ല. സോറി. അതാണ് പ്രശ്നം. 10 മിനിറ്റ് എക്സസൈസ് ചെയ്ത് ബാക്കി 12 മണിക്കൂർ അത് അവെയർ ആയിട്ടിരിക്കണം. ഇപ്പൊ ഫോൺ നോക്കുമ്പോഴായാലും അല്ലെങ്കിൽ സിസ്റ്റം നോക്കുമ്പോഴായാലും എന്തിന് ഫുഡ് കഴിക്കുമ്പോഴായാലും അത് അവെയർ ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ 12 മണിക്കൂർ എങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്നത് അതാണ് ബോഡി അഡാപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തലക്കനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ കഴുത്തിലുള്ള ജോയിന്റ്, അത് ഭയങ്കര വീക്കാ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിനുള്ള ഇഷ്യൂസുകൾ, സെർവിക്കൽ ഇഷ്യൂസ് ഒക്കെ വരും. അപ്പൊ ഫ്രണ്ട് ഡെസ്ക് ഇരിക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കണം. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നോക്കാം. ഇതാ വീണ്ടും ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. സോറി. ഉണ്ണി ഡോക്ടർ അല്ലേ വരുന്നത്? എന്തോ ഒരു ഞൊണ്ടലുണ്ടല്ലോ.